റഹീസ്, UAE-യിൽ നിയന്ത്രണങ്ങൾ നീട്ടുകയാണ്. ഒപ്പം അവിടുത്തെ സാഹചര്യം എന്താണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ക്ലാസുകൾ തുടരുമെന്ന വിവരം കൂടി വരുന്നല്ലോ. ഗൂഗിൾ UAE കേന്ദ്രീകരിച്ച് കാര്യമായിട്ടുള്ള ആക്രമണമാണ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ടൊക്കെ നടന്നത്. അതിൽ ഏറ്റവും പ്രധാനം ദുബായ് തീരത്ത് എണ്ണക്കപ്പൽ ആക്രമിക്കപ്പെട്ടതായി UK മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അറിയിച്ചിരിക്കുകയാണ്. UAE സമയം രാത്രി 12:20 ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കപ്പലിന് തീ പിടിച്ചതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. ഇതിലെ ജീവനക്കാരൊക്കെയും സുരക്ഷിതരാണ് എന്ന് പറയുന്നുണ്ട്. ആക്രമിക്കപ്പെട്ടത് ഈ കുവൈറ്റിലെ വമ്പൻ എണ്ണക്കപ്പലായിട്ടുള്ള അൽസലമിയാണ് ആക്രമിക്കപ്പെട്ടത്. ദുബായിൽ നിന്ന് 34 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇത് ഖത്തർ അതോറിറ്റികളും ഈ റിപ്പോർട്ടിനെ സ്ഥിരീകരിക്കുന്നുണ്ട്. 332 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ള വലിയ പടുകൂറ്റൻ എണ്ണക്കപ്പലാണ് അൽസലമി. ഈ എണ്ണ അതിൽ നിന്ന് ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം കൂടിയാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്നലെ രാത്രി തുടങ്ങിയ ആക്രമണം UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ദുബായ് അൽ ബാദയിൽ നടന്ന ആക്രമണത്തിൽ ഈ 4 പേർക്ക് പരിക്കേറ്റിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആൾതാമസമില്ലാത്തൊരു വീടിന് തീ പിടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും ഇപ്പോൾ ലഭ്യമാണ്. അതായത് ഇതിന്റെ ഈ ഡ്രോണിന്റെ മിസൈലിന്റെ ഒക്കെ അവശിഷ്ടങ്ങൾ പതിച്ച് അവിടെ നിന്നൊരു തീപിടുത്തം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. വീടിന് തീപിടിച്ചത് എന്നാൽ ആൾതാമസമില്ലാത്ത വീടാണെന്നാണ് ദുബായ് മീഡിയ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നത്. എന്നാൽ രാത്രി മുതൽ കാര്യമായിട്ടുള്ള ആക്രമണമാണ് ഈ സ്ഥലങ്ങളൊക്കെയും കേന്ദ്രീകരിച്ച് നടന്നത്. ഷാർജയിലെ സുറയ്യ ടെലികോം കമ്പനി ആസ്ഥാനത്ത് ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നു. ഷാർജ സെൻട്രൽ റീജിയനിലെ ഓഫീസിലാണ് ഈ ആക്രമണം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടുള്ള ആക്രമണം UAE കേന്ദ്രീകരിച്ച് വിവിധയിടങ്ങളിൽ നടക്കുന്നു. ഒപ്പം തന്നെ സ്കൂളുകൾ ഉടൻ തുറക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഏപ്രിൽ 17 വരെ ഓൺലൈൻ പഠനമായിരിക്കും ഉണ്ടാവുക. UAE-യിലെ സ്കൂളുകളിൽ ഇത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തിയിട്ടാണ് ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നേരത്തെ ഈ പ്രൈവറ്റ് ഈ മാനേജ്മെന്റുകളൊക്കെയും എത്രയും പെട്ടെന്ന് ക്ലാസുകൾ ആരംഭിക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ നിലവിൽ എന്തായാലും അത് നടക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കുവൈറ്റിലും ഒപ്പം തന്നെ ബഹ്റൈനിലും ഒക്കെ രാവിലെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപകട വിവരങ്ങളോ മറ്റോ എന്തായാലും പുറത്തു വന്നിട്ടില്ല. ഈ UAE കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ മറ്റു ഗൾഫ് രാജ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഇടതടവില്ലാതെ തുടരുകയാണ്. ഗോകുൽ. ശരി, മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെയും ആ അനിശ്ചിതത്വം അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ തുടരുകയാണ്. ഏപ്രിൽ 17 വരെ സ്കൂളുകളുടെ കാര്യത്തിൽ UAE-യിൽ എല്ലാ സ്കൂളുകൾക്കും നഴ്സറികൾ ഉൾപ്പെടെ എല്ലാ സ്കൂളുകളിലും ഓൺലൈൻ മോഡിൽ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ പോവുക. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പങ്കുവച്ചതാണ് ഖത്തറിലെ എന്നുള്ള ആ എണ്ണ കപ്പൽ ആക്രമിക്കപ്പെടുന്നത്. അതുണ്ടാക്കുന്ന പരിസ്ഥിതി ആഘാതം കൂടി വലുതാണ്. എണ്ണ ചോർച്ച എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തായാലും സമാധാനമില്ലാത്ത ജീവിതം അറബ് രാജ്യങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. യുദ്ധം തുടരുക എന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ആ യുദ്ധവെറി വീണ്ടും വീണ്ടും തുടരുകയാണ്. അത് അവസാനിക്കുന്നതേ ഇല്ല. സർവനാശം അത് തന്നെ. ഇറാൻ കീഴടങ്ങാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി ലക്ഷ്യങ്ങൾ കൂടുതലാണ്. അല്ലെങ്കിൽ വിചാരിച്ച വേഗത്തിൽ അങ്ങനെ ഇറാനെ പിടിച്ചു കെട്ടാനാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം നീണ്ടുപോകുന്നത്. ഇറാനാണെങ്കിലും പറയുന്നത് നഷ്ടപരിഹാരങ്ങൾക്ക്, നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാതെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല, അത് അവസാനിപ്പിക്കില്ല എന്ന് ഇറാൻ നിലപാടെടുക്കുകയാണ്. അപ്പോൾ ആ അശാന്തി സംഘർഷം അങ്ങനെ നീണ്ടു പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.